ലക്ഷക്കണക്കിന് മനുഷ്യർ. അവരുടെ ഭാഷ, നിറം, രാജ്യം എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഇവരെല്ലാം ഒഴുകിയെത്തുന്നത് ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരു സ്ഥലത്തേക്കാണ്. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ 5-ാമത്തെ സ്തംഭമായ ഹജ്ജ് വെറുമൊരു യാത്രയല്ല. അത് ആ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന്റെ ഒരു ആത്മീയ പുനർജന്മം കൂടിയാണ്. ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഹജ്ജ് നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു കർമ്മത്തിന്റെ പിന്നിൽ വലിയൊരു ത്യാഗത്തിന്റെ ചരിത്രമുണ്ട്. ഹജ്ജിന്റെ ചരിത്രം തുടങ്ങുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക മരുഭൂമിയിൽ തന്റെ പത്നിയായ ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ തനിച്ചാക്കി പോവുകയാണ്. അങ്ങനെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ആ ഉമ്മയും മകനും അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പകരമായി മറ്റൊന്നും കാണില്ല. ആ കുഞ്ഞിന് വെള്ളം നൽകാനായി ആ ഉമ്മ സഫ, മർവ എന്നീ കുന്നുകൾക്കിടയിലൂടെ 7 തവണ ഓടി. അങ്ങനെ ആ ഉമ്മയുടെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്ന സംസം എന്ന വെള്ളം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് പണിഞ്ഞതാണ് കഅബ. ആ കഅബയിലേക്കാണ് വിശ്വാസികൾ ഹജ്ജിനായി ഒഴുകിയെത്തുന്നത്. അന്ന് അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു, ജനങ്ങളെ ഹജ്ജിനായി വിളിക്കുക. ആ വിളിക്ക് ഉത്തരം നൽകിയാണ് ഹാജിമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നിന്റെ മുന്നിൽ ഞങ്ങൾ ഹാജരായിരിക്കുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് കഅബയിലെത്തുന്നത്. ഹജ്ജ് എന്നത് ധാരാളം കർമ്മങ്ങൾ കൂടിച്ചേർന്ന ഒരു സംഭവമാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ആദ്യമായി ഇഹ്റാമാണ്. തുന്നാത്ത 2 തുണികൾ കൊണ്ട് ഇഹ്റാം കെട്ടുമ്പോൾ ആ മനുഷ്യൻ തന്റെ അഹങ്കാരത്തെയും പദവിയെല്ലാം വലിച്ചെറിയുകയാണ്. മരിക്കുമ്പോൾ പൊതിയുന്ന കഫൻ പുടവയെ ആ ഇഹ്റാമിന്റെ തുണികൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് തവാഫാണ്. എന്റെ റബ്ബിന് വേണ്ടി മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ വലയം വെക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണിത്. പിന്നീട് സഫ, മർവ എന്നീ കുന്നുകൾക്കിടയിലുള്ള ഓട്ടമാണ്. മഹതിയായ ഹാജറ ബീവിയുടെ ത്യാഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കർമ്മം. ഹജ്ജിലെ പ്രധാന കർമ്മം ദുൽഹിജ്ജ 9 അറഫ മൈതാനത്ത് പാപമോചനത്തിനു വേണ്ടി വിശ്വാസികൾ കണ്ണീരോടെ അള്ളാഹുവിനോട് യാചിക്കുന്നതാണ്. ഈ കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.